ഹായ്, വെൽക്കം ബാക്ക് ടു സായ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു തെറാപ്പി സെൻറ്ററിനെ കുറിച്ച് പറയാനായിട്ടാണ് വന്നേക്കുന്നത് വീഡിയോയിൽ. ഇത് തികച്ചും ഫ്രീ ആണ്. ഇപ്പോൾ എടപ്പള്ളി ഉൻചിറ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ മുകളിലായിട്ടാണ് ഈ തെറാപ്പി സെൻറ്റർ വരുന്നത്. അവിടെ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ അവിടെ ഓട്ടോമാറ്റിക് തെർമൽ മെഷീനാണത്. അതിൽ നമ്മൾ വെറുതെ കിടന്നാൽ മതി. ആ മെഷീനിലുള്ള പ്രൊജക്ടറാണ് നമ്മളുടെ സ്പൈനലിൽ മസാജാണ് ചെയ്യുന്നത്. 40 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 മിനിറ്റും 6 സെക്കൻഡോ അങ്ങനെ എത്രയോ, അങ്ങനെ റൗണ്ട് ചെയ്താണ് ഈ പറയുന്നത് 40 മിനിറ്റ് എന്നുള്ളത്. 40 മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്യും. അപ്പോൾ ആ മസാജ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു റിലീഫാണ്. പല വിധത്തിൽ ആൾക്കാർ പല രോഗങ്ങളായിട്ടാണല്ലേ ബുദ്ധിമുട്ടുള്ളത്. പെയിനായിട്ട്, ഇപ്പോൾ ബോഡി പെയിൻസ്, ജോയിൻറ്റ് പെയിൻസ്, നടുവേദന, പിന്നെ കൊടവയറ്, ലേഡീസിനാണെങ്കിൽ ബെല്ലി ഫാറ്റ്, പിന്നെ തൈറോയിഡ്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, അങ്ങനെ പല പല ആൾക്കാർക്ക് പല ടൈപ്പായിട്ടുള്ള അസുഖങ്ങളാണല്ലേ. പിന്നെ ഈ വെരിക്കോസ് വെയിൻ, അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ബുദ്ധിമുട്ടുകളാണ് വരുന്നത്. വാദസംബന്ധമായ പ്രശ്നങ്ങൾ. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ തെറാപ്പി നല്ലതാണ്. അപ്പോൾ ഇത് ഈ ഒരു സെൻറ്ററിലോട്ട് വന്നെയാണെങ്കിൽ അസുഖമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് നല്ലൊരു ആശ്വാസമാണ് ഈ ഒരു സെൻറ്ററിൽ വരണമെങ്കിൽ. ഞാനിപ്പോൾ ഈ സെൻറ്ററിൽ പോകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 23 ദിവസമായി. അപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും പോകുന്നുണ്ട് ഈ തെറാപ്പി സെൻറ്ററിൽ. ആദ്യം പോയത് പാപ്പനാണ്. പാപ്പൻ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ അനിയൻ ഇവിടെയാണ് നിൽക്കണം. അപ്പോൾ പാപ്പൻ അവിടെ പോകാൻ തുടങ്ങിയിട്ട് ഇപ്പം 3.5 മാസമായി ഇപ്പോൾ പോകാൻ തുടങ്ങിയിട്ട്. മെയിനായിട്ട് പാപ്പൻ പോയത് എന്താണെന്ന് വെച്ചാൽ പാപ്പൻ്റെ ഈ കൈയിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്ത് ഭയങ്കര വേദനയാണ്. കൈ ഇങ്ങനെ പൊക്കാനൊന്നും പറ്റില്ലായിരുന്നു. പക്ഷേ ആ തെറാപ്പി ചെയ്യാൻ തുടങ്ങിയിട്ട് ആദ്യം ഇത് മാറണതിന് മുമ്പ് പാപ്പന് മാറിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാപ്പൻ സ്പെക്സ് വെക്കുമായിരുന്നു. ഈ കണ്ണട ഇല്ലാതെ TV കാണാൻ പറ്റില്ല. പിന്നെ ബസ്സിൽ ഒക്കെ പോകാൻ നേരത്ത് ബസ്സിൻ്റെ ബോർഡ് ഉണ്ടല്ലോ, ആ ബോർഡൊക്കെ വായിക്കണമെങ്കിൽ കണ്ണട വേണം. ഇപ്പോഴത്തെ ഇത്രയും ദിവസം ഈ തെറാപ്പി ചെയ്തിട്ടുള്ള മാറ്റം ഇപ്പം കണ്ണട ഇല്ലാതെ TV കാണാൻ പറ്റും, കണ്ണട ഇല്ലാതെ വായിക്കാൻ പറ്റും. അത് തന്നെ നല്ലൊരു കാര്യമില്ലേ. പിന്നെ വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാപ്പന് പ്രോസ്റ്റേറ്റ് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രിയാകുമ്പോൾ ഉറക്കം അങ്ങനെ ശരിയല്ല, ഇടയ്ക്കിടക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ട് എണീക്കേണ്ടി വരും. അപ്പോൾ അവിടെ സിറ്റിംഗ് തെറാപ്പി ഉണ്ട് കേട്ടോ. സിറ്റിംഗ് തെറാപ്പിയും കൂടി എടുത്തത് കൊണ്ട് പാപ്പൻ്റെ ആ അസുഖവും അതും മാറിക്കിട്ടി. കൈൻ്റെ ഇവിടെ ഒരു കുത്തൽ പോലെയുള്ള ഒരു വേദന ഉണ്ടായത്, ആ വേദന മാറിയിട്ട് ഇപ്പം ഇങ്ങനെ പൊക്കാൻ മാത്രം പറ്റില്ല, ബാക്കി ഇവിടെയുള്ള ആ ഒരു കുത്തൽ പോലത്തെ ഒരു വേദന ഉണ്ട്, അത് മാറി. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പല ആൾക്കാർക്ക് പല ടൈപ്പ് അസുഖങ്ങളാണ്. അപ്പോൾ അവർക്കൊക്കെ ഓരോ റിലീഫാണ് കിട്ടിയത്. അപ്പോൾ ഏട്ടനാണെങ്കിൽ ഇപ്പോൾ ഇരുന്നിട്ടുള്ള ജോബായതുകൊണ്ട് ഏട്ടൻ എപ്പോഴും നടുവേദനയാണ്. ഓയിൽ എന്നെ കൊണ്ടാണ് മസാജ് ചെയ്യിപ്പിക്കാറ്. നടുവിന് എപ്പോഴും എന്തെങ്കിലും ഓയിലോ അല്ലെങ്കിൽ പേസ്റ്റൊക്കെ തേച്ച് മസാജ് ചെയ്യുമ്പോഴുള്ളൊരു ആശ്വാസം. പക്ഷെ എന്നാലും ബാക്ക് പെയിൻ പോകില്ലായിരുന്നു. അങ്ങനെയാണ് അങ്കിള് കുറേ നാളായില്ല. അപ്പോൾ അങ്കിൾ എപ്പോഴും പറയും വാന്നിങ്ങനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം ഏട്ടൻ പോകാൻ തുടങ്ങി. ഏട്ടൻ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ്റെ നടുവേദന മാറി. അത് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ബെല്ലി ഫാറ്റാണ് എനിക്കുള്ളത്. ഒരുപാട് എക്സസൈസ് ചെയ്യുമ്പോൾ ആ കുറച്ച് നാളത്തേക്ക് ആ വയറപ്പോഴേക്കൊന്ന് താന്നു നിൽക്കും. വയറ് താന്നു കഴിയുമ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് എക്സസൈസ് നിർത്തും. ഞാനാണെങ്കിൽ എക്സസൈസ് ചെയ്യാനായിട്ട് മടിയുള്ളൊരു കൂട്ടത്തിലുള്ളൊരു വ്യക്തിയാണ്. എനിക്ക് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല. പക്ഷെ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കും, എൻ്റെ വയറെന്ന് പറഞ്ഞാൽ ഈ ഗർഭിണികളുടെ വയറിരിക്കില്ല, അതുപോലെയാണ് എൻ്റെ വയറ് ഇരുന്നേച്ചത്. എന്നെ നേരിട്ട് കണ്ട ആൾക്കാർക്കൊക്കെ അറിയാം എൻ്റെ വയറെങ്ങനെ ഇരുന്നേച്ചത്. എനിക്ക് നല്ലോണം വയറുണ്ടായിരുന്നു. അപ്പം ഏട്ടൻ പറയുന്നു അവിടെ വന്നിട്ട് ആ വിഷയത്തിൽ വെറുതെ കിടന്നാൽ മതി. മിഷ്യനാണ് ഈ മസാജ് ചെയ്യണത്. അതിൻ്റെ അകത്തെന്ന് വെച്ചാൽ ഫാർ ഇൻഫ്രാറെഡ് ഹീറ്റാണ് അതിൽ വരണത്. ഈ കൊച്ചു കുട്ടികളെ നമ്മൾ വെഹിക്കിളിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ അകത്തൊരു ചൂട് വരില്ല, ആ ചൂടാണ് ആ പ്രൊജക്ടറിൽ വരുന്നത്. ആ പ്രൊജക്ടറാണ് നമ്മുടെ സ്പൈനലിൽ മസാജ് ചെയ്ത് പോകുന്നത്. പിന്നെ ചില ഭാഗത്തെത്തുമ്പോൾ അതവിടെ സ്റ്റോപ്പായിട്ട് അത്രയും ഭാഗത്ത് നമുക്ക് ചൂട് കിട്ടും. അപ്പം അങ്ങനെ 40 മിനിറ്റ് മസാജ് ചെയ്യുമ്പോൾ നല്ലൊരു കാര്യമല്ലേ. അപ്പം അങ്ങനെ തെറാപ്പി ഞാനങ്ങനെ ചെയ്തിട്ട് എൻ്റെ വയറിപ്പം നന്നായിട്ട് കുറഞ്ഞു എന്ന് തന്നെ പറയാം. നേരത്തെ എൻ്റെ വയറ് ഇത്ര ഉണ്ടായിരുന്നു. ശരിക്കും ഗർഭിണികളുടെ വയറ് എങ്ങനെ ഇരുന്നു വെച്ചാൽ ഇവിടെ തുടങ്ങിയായിരുന്നു എൻ്റെ വയറ് സ്റ്റാർട്ട് ചെയ്തത്. ഇത്ര ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ വയറിപ്പം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിത് പറയണ കേട്ട് ഒരുപാട് ആൾക്കാർക്ക് പല വിധത്തിലുള്ള സംശയങ്ങൾ ഇപ്പം മനസ്സിൽ കൂടി വന്നു കാണും.
ഇപ്പം അവിടെ വന്നു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും മരുന്ന് തരുമോ അല്ലെങ്കിൽ വല്ല ഗുളിക തരുമോ? അവിടെ ഒന്നും തരില്ല, അവരൊന്നും തരില്ല. നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടതാകെ കനം കുറഞ്ഞ ബെഡ്ഷീറ്റ് 2 എണ്ണം. ഒരാളാണ് പോകണമെങ്കിൽ ആ ഒരാൾക്ക് വേണ്ടത് 2 തുണികളാണ് കൊണ്ടുപോകേണ്ടത്. കനം കുറഞ്ഞ ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ മുണ്ട്. അത് നമ്മൾ ആ വിഷയത്തിലോട്ട് വിരിച്ചിട്ട്, ഒരെണ്ണം നമ്മൾ അതിനകത്തോട്ട് വിഷയത്തിലോട്ട് വിരിച്ചിട്ട് നമ്മൾ അതിൽ കിടക്കണം. മറ്റേ തുണി കൊണ്ട് നമ്മൾ പുതച്ചു മൂടി നമ്മൾ കിടക്കണം. എന്നിട്ട് അതിൽ പിന്നെ ആ ചൂടുണ്ടല്ലോ, ആ ചൂട് കൊണ്ട് നമ്മൾ വേർത്ത് പോകണം. ആ വേർപ്പിലൂടെയാണ് നമ്മളുടെ അടിഞ്ഞുകൂടി ടോക്സിക്സ് ഒക്കെ ഇങ്ങനെ പോണത്. അപ്പോൾ കഴിയണവർ എല്ലാവരും പോവുക. പിന്നെ അവിടെ മൊത്തം 14 മെഷീനാണ് അവിടെ ഉള്ളത്. 12 മെഷീൻ ഉണ്ട്. അത് V3 മെഷീനാണ്. അതിനകത്ത് സ്റ്റാൻഡേർഡ് മോഡ്, എല്ലാവർക്കും ഒരേപോലത്തെ മോഡിലിട്ടിട്ടാണ് നമുക്ക് തെറാപ്പി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് 9 മോഡുകളാണ് അതിൻ്റെ അകത്ത് ഉള്ളത്. സ്റ്റാൻഡേർഡ് മോഡാണ് ഇപ്പം നമ്മൾക്ക് ചെയ്യണം. അപ്പം നമ്മളിപ്പോൾ ആ മെഷീൻ മേടിക്കണമെങ്കിൽ നമുക്ക് ഏതാണോ ആവശ്യം എന്ന് വെച്ചാൽ ആ മോഡ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് തെറാപ്പി ചെയ്യാം. പക്ഷെ ആ മെഷീൻ മേടിക്കണതിന് തന്നെ നല്ലൊരു പൈസയുണ്ട്. ഇപ്പം V3 ഈ മെഷീൻ ഞാൻ ഇപ്പം പറഞ്ഞില്ലേ, V3 എന്ന് പറഞ്ഞുള്ള ആ മെഷീൻ മേടിക്കണതിന് 2,46,000 രൂപയാണ് ആ മെഷീൻ മേടിക്കാനായിട്ട്. കുറേ ആൾക്കാരൊക്കെ മെഷീനൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അത്രയും രൂപ കൊടുത്തപ്പോൾ എന്തായാലും മെഷീൻ എന്തായാലും മേടിക്കാൻ പറ്റില്ല അല്ലേ? അപ്പം അതൊരു ഡെമോ സെൻ്ററാണത്. അപ്പം മേടിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ, അത് നമ്മളിങ്ങനെ അസുഖമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ തെറാപ്പി സെൻ്ററിൽ പോവുക, വെറുതെ കിടക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു 40 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് 2 കാര്യങ്ങളാണ് അവിടെ കിട്ടണം. ഒന്ന്, നമ്മുടെ സ്പൈനലിൽ നല്ലൊരു മസാജ് കിട്ടും. പിന്നെ ആ ഒരു മസാജ്, ആ നല്ലൊരു മസാജ് കിട്ടുമ്പോൾ നമ്മൾ അറിയാതെ കിടന്ന് ഉറങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് ആ ഒരു 40 മിനിറ്റ് നല്ലൊരു ഉറക്കം കിട്ടും. പിന്നെ അവിടെ വേറെ ഒരു ഇതുള്ളതെന്ന് വെച്ചിട്ട് മാറ്റാണുള്ളത്. ആ മാറ്റ് എന്ന് വെച്ചാൽ അതിൽ കൂടി തെർമൽ ഹീറ്റാണ് വരുന്നത്. ഈ സെയിം തെറാപ്പി ചെയ്യണ അതിലെന്ത് ഹീറ്റാണോ വരുന്നത്, ആ FIR ഹീറ്റ് തന്നെയാണ് ഇതിലും വരുന്നത്. ആ മാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇത് സെറാട്ടോണിക് കോയിനാണ്. ഇത് കണ്ടോ, ഈ സെറാട്ടോണിക് കോയിൻ ഇത് എങ്ങനെ ഉണ്ടാക്കിയേക്കണേന്ന് വെച്ചാൽ റെഡ് ക്ലേയും ജെയ്ഡ് എന്ന് പറഞ്ഞൊരു കല്ലും സ്പെഷ്യൽ മെറ്റീരിയൽസ് ഒക്കെ കൂടി ഉണ്ടാക്കിയ ഒരു കല്ലാണിത്. നമ്മൾ ആദ്യമായിട്ട് അവിടെ പോകുമ്പോൾ അവർ നമുക്ക് ഈ കോയിൻ തരും കേട്ടോ. അപ്പോൾ ഈ കോയിൻ വെച്ചിട്ടുള്ളൊരു മാറ്റാണ്. 48 കോയിൻ സെറാട്ടോണിക് വെച്ചിട്ടുള്ള 48 കോയിൻസ് വെച്ചിട്ടുള്ള ആ മാറ്റിൽ നമ്മൾ കിടക്കണം. പിന്നെ അതിൻ്റെ അകത്ത് 1,56,000 പരം സെറാ ബോൾസ്, കുഞ്ഞു ബോൾസുകൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ആ മാറ്റിൽ നമ്മൾ ഇതേപോലെ കുറച്ചും കൂടി കിടക്കാൻ നേരത്ത് അതിൽ കൂടി തന്നെ ആ ഹീറ്റില്ല, ആ ഹീറ്റ് കൊണ്ട് നമുക്ക് ആ ചൂട് കൊണ്ട് നമ്മളപ്പോൾ വേർത്ത് പോകും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ നേരത്ത് നമ്മുടെയുള്ള പല അസുഖങ്ങളും മാറിയ ആൾക്കാർ അവരുടെ അനുഭവങ്ങൾ അവിടെ പറയണം ഞാൻ കേട്ടിട്ടുണ്ട്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, തൈറോയിഡ്, പിന്നെ ഈ സ്ട്രോക്കൊക്കെ വന്ന് കിടപ്പിലായ ആൾക്കാരില്ല, അവരൊക്കെ പതിയെ നടന്നു പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മളുടെ വീട്ടിൽ അല്ലെങ്കിൽ അയൽക്കാരുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പല വിധത്തിൽ ആൾക്കാർ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ, പല അസുഖങ്ങളായിട്ട്, നടുവേദനയായിട്ട് ഓരോരുത്തരും നമ്മളിങ്ങനെ പറയുമല്ലോ. പറയുമ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഒരുപാട് ആൾക്കാരോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് പല ആൾക്കാരുടെ പല ബുദ്ധിമുട്ടുകളൊക്കെ അറിയാം. അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനൊരു സ്ഥലമുണ്ട്, ഫ്രീയും അല്ലേ, അപ്പോൾ ഒന്ന് പോയി നോക്കുക. അപ്പോൾ ഈ സാധനം നമുക്കിങ്ങനെ കിട്ടാൻ നേരത്ത് ഈ സാധനം കിട്ടുമ്പോൾ നമുക്ക് ഇപ്പോൾ വേദന ഉള്ള ഭാഗത്ത് ഈ സെറാജം എന്ന് പറഞ്ഞാൽ എഴുതിയേക്കണ ഇത് നമ്മളുടെ ഏത് ഭാഗത്താണോ വേദന വന്നേക്കണത് ആ കല്ല് അവിടെ വെച്ച് സർജിക്കൽ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു വെക്കുക. അപ്പോൾ വേദനയുള്ള ഭാഗത്താണെങ്കിൽ വേദന മാറും. അതല്ല നീരാണുള്ളതെങ്കിൽ നീരുള്ള ഭാഗത്ത് ഈ സാധനം ഒട്ടിച്ചു വെക്കുക, നീര് പോകും. ഇവിടുത്തെ ഹസ്ബൻഡിൻ്റെ ചേട്ടന് ഇതുപോലെ നമ്മുടെ ഈ ഇതുണ്ടല്ലോ ഇവിടെ ഈ ഭാഗത്തായിട്ട് ഭയങ്കര പെയിനായിരുന്നു. എപ്പോഴും എന്തെങ്കിലും വിക്സോ അമൃതാഞ്ജനോ എന്തെങ്കിലും ഓയിലൊക്കെ പറ്റുമായിരുന്നു. വേദന എന്നിട്ട് മാറണുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഈ ക്ലാസ്സിന് പോകുമ്പോൾ ഞങ്ങളുടെ ഈ വീട്ടിൽ നിന്ന് എല്ലാവരും പോകുന്നുണ്ട് കേട്ടോ. ഹസ്ബൻഡിൻ്റെ ചേട്ടൻ, പിന്നെ എൻ്റെ മക്കൾ, എൻ്റെ 2 മക്കളിനെ ഞാൻ കൊണ്ടുപോകാറുണ്ട്, അങ്കിളും. ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പോകാറ്, പല ബാച്ചായിട്ട്. അവർക്ക് എങ്ങനെ ഓരോരുത്തർ ഓരോ നേരം അനുസരിച്ച്. ഇത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4:40 വരെയാണ് ഇതിൻ്റെ ആൾക്കാർക്ക് അറിഞ്ഞുകൂടെ ഇതിനെക്കുറിച്ചുള്ളത് എന്നാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും അറിഞ്ഞാൽ തന്നെ ചില ആൾക്കാരൊന്നും പറയില്ല, അത് മൂടി വെക്കും. പക്ഷെ നമ്മളതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇതിൻ്റെ ഒരു ഉപയോഗം, ഇതിൻ്റെ യൂസ് എനിക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കിത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യണമെന്ന് എനിക്കറിയണം. ഒരുപാട് ആൾക്കാർ എൻ്റെ നൈബേഴ്സിൻ്റെ അടുത്താണെങ്കിലും എൻ്റെ
എൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്താണെങ്കിലും എല്ലാവരോടും ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. പക്ഷെ അത് പോരാല്ലോ, നമുക്ക് എത്രയോ കുടുംബങ്ങളിലെ പലവിധ അസുഖങ്ങളായിട്ട് കിടക്കണവരാണ്, അവർക്കും നല്ലൊരു ഹെൽത്തി ലൈഫും മരുന്നില്ലാത്തൊരു ജീവിതം അല്ലേ. പക്ഷെ അവർ പറയണില്ല കേട്ടോ, നിങ്ങൾ കഴിക്കണ മരുന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യണമെന്നൊന്ന് പറഞ്ഞത്. നമ്മൾ എന്താണോ മരുന്ന് കഴിക്കണം അത് കഴിക്കുക, നമ്മൾ സാധാരണ രീതിയിൽ എങ്ങനെയാണ് ചെയ്യണത് അതൊക്കെ ചെയ്യുക. ആ കൂട്ടത്തിൽ എന്ത് വേണം, ഈ തെറാപ്പിയും കൂടി വേണം. എല്ലാവരും പോവാൻ പറ്റുന്ന ആൾക്കാർ ഒന്ന് പോയി നോക്കുക, ഒരു പ്രാവശ്യം ഒന്ന് പോയി നോക്കുക. ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ. ആ പോണ ഒരു എക്സ്പെൻസ് മാത്രമേ ആവുന്നുള്ളൂ, ബാക്കിയെല്ലാം ഫ്രീ ആണ്. പിന്നെ മറക്കാതെ ഒരു ബോട്ടിൽ വെള്ളം എടുക്കാൻ മറക്കരുത്. ഇത് നമ്മളിങ്ങനെ വേർത്തിങ്ങനെ പോകാൻ നേരത്ത് നമുക്ക് നന്നായിട്ട് ദാഹിക്കും, ഒരുപാട് വെള്ളം കുടിക്കണം. പറയാനാണെങ്കിൽ ഇനിയും ഒരുപാടുണ്ട് പറയാനായിട്ട്, പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ പറയാം. ബൈ.